ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. എസ് പി ബിൻ കഥ എഴുതി സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന പുതിയ സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. റീസെന്റ് ഹിറ്റായ വാഴ ടീമാണ് ഇതിന്റെയും ക്രൂ. ഇതൊരു സിറ്റുവേഷണൽ കോമഡി എന്റർടൈനർ ആണ്. ഒരു പക്ക ഫാമിലി മൂവി തന്നെയാണിത്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നുള്ളത് നമ്മൾ പൊതുവെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെയാണ് ഇതില്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റുപാട് നടക്കുന്ന കുറച്ച് സാഹചര്യങ്ങള് നർമ്മരൂപേണ ഈ സിനിമയിൽ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ പേര് വലുതാണെങ്കിലും ഇതൊരു കുഞ്ഞു സിനിമയും ഒരു കുഞ്ഞു കഥയുമാണ്. 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ സിനിമ. പക്ഷെങ്കിൽ ആ 2 മണിക്കൂർ ത്രൂ ഔട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ചിരിച്ച് നമുക്ക് ആ ത്രൂ ഔട്ട് ഒരു ചിരി നിലനിർത്താൻ നമുക്ക് സാധിക്കും. എന്ന് വെച്ചാൽ അതിൽ ചിരിച്ചു മറിയാനുള്ള സിനിമ എന്നൊന്നുമില്ല. എങ്കിലും നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ഒരു വീട്ടിലൊരു മരണം നടക്കുന്നു. ആ മരണത്തിൽ പങ്കെടുക്കാൻ അവിടെയുള്ള ആളുകളൊക്കെ എത്തുന്നു. ഈ ആളുകളും അവിടെ ഉണ്ടാവുന്ന കുറച്ച് സിറ്റുവേഷൻസും ആണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ്. ഒരു കല്യാണമായാലും മരണമായാലും അവിടെ അനാവശ്യത്തിന് വന്ന് അഭിപ്രായം പറയാനിരിക്കുന്ന ഒരു അമ്മാവൻ ഉണ്ടാവും. അതുപോലെ വന്ന് കുറ്റം പറയാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് അമ്മായിമാര്, അല്ലെങ്കിൽ വന്ന് പെട്ടെന്ന് വന്ന് ഷോ കാണിച്ച് ഇവിടെ ആളാവാൻ നോക്കുന്ന കുറച്ചു പേര്, അല്ലെന്നുണ്ടെങ്കിൽ പന്തല് പണിക്കാര്, അതല്ലെന്നുണ്ടെങ്കിൽ കല്യാണമാണെങ്കിലും മരണമാണെന്നുണ്ടെങ്കിലും രണ്ടെണ്ണം അടിച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു വരുന്നവര്, കരയോഗം പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ള കുറെ പേര് വന്ന് അവരുടെ ഇടയിലുള്ള കുറച്ച് നർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ഇതിൽ ഫെമിലിയർ ഫേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിക സുകുമാരൻ, അനശ്വര രാജൻ, അസീസ്, നോബി, ജോമൻ ജ്യോതിർ, സിജു സണ്ണി, അതുപോലെ നമ്മൾ ചൂരൽ റീൽസിലൊക്കെ കാണുന്ന ജാസിം, ബൈജു, അതുപോലെ ഒളിമ്പ്യൻ അന്തോണി യാദത്തിലൊക്കെ ഉണ്ടായിരുന്ന അരുൺ. ആളിനെ ഇപ്പൊ കണ്ടാൽ മനസ്സിലാവത്തില്ല, ഭയങ്കര ഒരു ഡിഫറെന്റ് ലുക്കിലാണ് ഇതിലുള്ളത്. അതുപോലെ വിജി തമ്പി ഒരു റോള് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആണ്. പക്ഷെങ്കിൽ നമുക്ക് അറിയാത്ത ഒരുപാട് പേര് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും അവർക്ക് കിട്ടിയ ഇപ്പം ഉദാഹരണത്തിന് അനശ്വരയ്ക്ക് എന്താണോ റോള് അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് അവിടെ പെയിന്റ് അടിക്കാൻ വരുന്ന ചേട്ടന്മാർക്ക്. അതുപോലെ കുറെ അമ്മമാര് വരുന്നുണ്ട്, കുറെ അമ്മാവന്മാര്. ഉപ്പുമുളകിലുള്ള ഒരു അമ്മാവനുണ്ട്, ആൾ ഇതിലുണ്ട്. അങ്ങനെ എല്ലാരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു കുഞ്ഞു സ്ക്രീൻ സ്പേസ് ആണ് കിട്ടിയതെങ്കിൽ പോലും വരുന്നവരല്ലാതെ തകർത്ത് അഭിനയിച്ച് തന്നെ പോയിട്ടുണ്ട്. മല്ലിക സുകുമാരനെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ കാണുന്നതെന്ന് തോന്നുന്നു. അതുപോലെ അസീസ് ചെയ്ത ക്യാരക്ടർ ഭയങ്കര ഗംഭീരമായിട്ട് അസീസ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു അനശ്വരയുടെ അച്ഛനായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു തുടക്കം മുതൽ ഭയങ്കര പാവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട് അസീസിന്റെ. വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോമോൻ ജോദറിന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും കോമഡി ഒക്കെ നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അനശ്വരയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈങ്കിളിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഹ്യൂമർ ഒക്കെ കുറച്ച് ഓവർ ആയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല കമ്പോസ്ഡ് ആയിട്ട് കൈയടക്കത്തോടു കൂടി അനശ്വര ഈ റോള് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടമായ ഒന്ന് രണ്ട് പേരുകളുണ്ട് ഈ സിനിമയില്. ഇപ്പൊ ജോമോൻ ജോദറും സിജു സണ്ണിയും അവരാണ് കട്ട ഫ്രണ്ട്സ്. അവരുടെ ഒരു പേര് നല്ല രസമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ശക്തി എന്നാണ് ജോമോന്റെ ക്യാരക്ടറിന്റെ പേര്. ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് സിനിമയിൽ ഒരു പാട്ട് തന്നെ ഉണ്ട്. അതെനിക്കൊന്ന് ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുപോലെ വരുന്നതാണ് പെയിന്റ് അടിക്കാൻ വരുന്ന രണ്ട് ചേട്ടന്മാരുണ്ട്. അവര് സിനിമയുടെ ആദ്യം മുതൽ ത്രൂ ഔട്ട് ഉണ്ട്. അതിലൊരു ചേട്ടൻ പൊന്മുടിക്ക് പോകാൻ ഒരുങ്ങി അവസാനം കാശിക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നുള്ളത് രണ്ട് വെള്ളവടി പാർട്ടീസ് ആണ്. എല്ലാം നല്ല രസമായിട്ട് സിനിമയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട റോള് ബൈജുവിന്റെയും അതുപോലെ ജാസിമിന്റെ റോളാണ്. ബൈജുവിന്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൊറിയൻ റോള്. നമുക്ക് കാണുമ്പോൾ രണ്ടെണ്ണം എടുത്ത് കൊടുക്കാൻ തോന്നുന്ന പോലെ ചില നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു റോളാണ് ബൈജുവിൻ്റെത്. ഒരു കരയോഗം പ്രസിഡന്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ജാസിൻ ചെയ്ത റോളാണെന്നുണ്ടെങ്കിൽ പക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് അത് ജാസിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ആ ഒരു അമ്മാവൻ, ഉപ്പുമുളകിലെ അമ്മാവൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളിയുടെയൊക്കെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം തോന്നുന്നു. ഒരു ചൊറിയൻ സ്വഭാവമുള്ള അങ്ങനെ കുറെ പേരുണ്ട്. അതിലൊരു അമ്മായി വരുന്നുണ്ട്, അതും ഇതുപോലെ തന്നെ ചൊറിയാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് തോന്നുന്ന ഒരു അമ്മായി. അങ്ങനെ കുറെ പേരുണ്ട് എടുത്തു പറയപ്പോ. എനിക്ക് പേരുകൾ അറിയാത്തതുകൊണ്ട്. അതുപോലെ അനശ്വരയുടെ അമ്മ റോള് ചെയ്ത ആള് അശ്വതി ചന്ദ് കിഷോർ, അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ പേര്. അവര് വളരെ മനോഹരമായിട്ട് അവരുടെ റോള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ശരിക്കും പെർഫോമൻസ് കൊണ്ട് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ലെങ്ത് വൈസും സബ്ജക്ട് വൈസ് ഇതൊരു കുഞ്ഞു സിനിമയാണെങ്കിലും 2 മണിക്കൂർ ബാക്കിയൊക്കെ മറന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. അപ്പൊ നിങ്ങളും സിനിമ പോയി കാണുക. സോ ദാറ്റ്സ് ഇറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, സൈനിങ് ഓഫ്. താങ്ക് യു.